ഒരിക്കൽ കായംകുളത്തെ ഒരു സമ്പന്നനായ പ്രഭുവിന്റെ വീട്ടിൽ വലിയൊരു സദ്യ നടക്കുകയായിരുന്നു. ആ നാട്ടിലെ പ്രമാണിമാരും ധനികരുമെല്ലാം അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. കൊച്ചുണ്ണിയെ പേടിച്ച് വലിയ കാവൽക്കാരെയും പ്രഭു ഏർപ്പാടാക്കിയിരുന്നു. സദ്യ നടക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു വൃദ്ധൻ അവിടെ വന്നു. വിശക്കുന്നുണ്ടെന്നും അല്പം ഭക്ഷണം തരണമെന്നും അദ്ദേഹം പ്രഭുവിനോട് അപേക്ഷിച്ചു. എന്നാൽ പാവപ്പെട്ടവരോട് ഒട്ടും ദയയില്ലാത്ത പ്രഭു ആ വൃദ്ധനെ ആക്ഷേപിച്ച് അവിടെ നിന്നും ഇറക്കിവിട്ടു. ഇത് നിന്നെപ്പോലെയുള്ളവർക്കുള്ളതല്ല, പോയി പണിയെടുത്തു ജീവിക്കൂ എന്നു പറഞ്ഞ് അയാൾ ആ പാവത്തെ പരിഹസിച്ചു. വൃദ്ധൻ മടങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ കുതിരപ്പുറത്ത് ഒരാൾ അവിടെ വന്നിറങ്ങി. അത് കൊച്ചുണ്ണിയാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം പ്രഭുവിന്റെ മുന്നിലെത്തി അല്പം ദാനം ചോദിച്ചു. ഗമയിൽ നിന്നിരുന്ന പ്രഭു വന്നത് ഒരു മാന്യനാണെന്ന് കരുതി തന്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഒരു മോതിരം അദ്ദേഹത്തിന് സമ്മാനിച്ചു. പെട്ടെന്ന് ആഗതൻ തന്റെ വേഷം മാറ്റി. അത് സാക്ഷാൽ കൊച്ചുണ്ണിയായിരുന്നു. പ്രഭു പേടിച്ചു വിറച്ചുപോയി. കൊച്ചുണ്ണി ഗൗരവത്തോടെ പറഞ്ഞു, നേരത്തെ വിശന്നുവന്ന പാവത്തിന് ഒരു തവിട് കഞ്ഞി കൊടുക്കാൻ നിനക്ക് മനസ്സു വന്നില്ല. എന്നാൽ നിന്റെ ഗമ കാണിക്കാൻ വില കൂടിയ മോതിരം ദാനം നൽകാൻ നിനക്ക് മടിയുമില്ല. നിന്നെപ്പോലെയുള്ളവരുടെ അഹങ്കാരമാണ് ഞാൻ ഇല്ലാതാക്കുന്നത്. കൊച്ചുണ്ണി ആ മോതിരവും പ്രഭുവിന്റെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുത്തു. അവിടെ നിന്നും ഇറങ്ങിയ അദ്ദേഹം നേരെ പോയത് നേരത്തെ ആക്ഷേപിക്കപ്പെട്ട വൃദ്ധന്റെ അടുത്തേക്കാണ്. ആ സ്വർണമെല്ലാം ആ പാവത്തിന് നൽകിക്കൊണ്ട് കൊച്ചുണ്ണി പറഞ്ഞു, ഇത് നിങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ്. സന്തോഷത്തോടെ ജീവിക്കൂ. അന്യായം ചെയ്യുന്ന സമ്പന്നരിൽ നിന്ന് മോഷ്ടിച്ച് അത് അർഹതപ്പെട്ട പാവങ്ങൾക്ക് നൽകുന്ന കൊച്ചുണ്ണിയുടെ ഈ സ്വഭാവമാണ് അദ്ദേഹത്തെ ഇന്നും ജനപ്രിയനായി നിലനിർത്തുന്നത്.